സാരി സൂരി ഉസ്താദിന്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിനകത്ത് വ്യക്തമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും ഇതേ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെയിം അതേ കംപ്ലൈൻ്റ് ആണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, അതായത് ആദില നൂറെ അവരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസിൽ വളരെ ഒരു ഒരു ഇത് കൊടുക്കുന്ന, ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ലെസ്ബിയൻ കപ്പിൾസിനെ എടുക്കുന്ന ഷോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും ആലോചിച്ചു, ഇതെന്താ ഇത് ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഇവർ തന്നെ എടുക്കുന്നത്. ഇതുവരെയും ചെയ്തിട്ടുണ്ട് അത് നാദിറ മെഹറിൻ, അതേപോലെ പിന്നെ ജാസ്മിൻ മൂസ, ജസ്ല മാടശ്ശേരി, അങ്ങനെ തുടങ്ങിയവർ തന്നെ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളെ ചൂസ് ചെയ്തെടുക്കുന്നത് കണ്ട്. പക്ഷേ ഒരു കാര്യം വ്യത്യസ്തമായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു, ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും മതവികാരത്തിന് എതിരായിട്ടുള്ളവരെയാണ് അവർ കൂടുതൽ ചൂസ് ചെയ്തത്. ജസ്ല മാടശ്ശേരി ഓഫ്കോഴ്സ് മതത്തിനെ തള്ളി പറഞ്ഞവളാണ്. അതേപോലെ തന്നെ നാദിറ മെഹറിനൊക്കെ ഒരുപാട് അവരിൽ നിന്ന് അനുഭവിക്കുന്നവളുമാണ്. ജാസ്മിൻ മൂസയുടെ കേസും ഏകദേശം സിമിലർ ഇത് തന്നെയാണ്. അവരുടെ ലൈഫിലുണ്ടായ അവരുടെ ഹസ്ബൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അന്ന് അവർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അന്നത് ഒത്തിരി എക്സ് മുസ്ലിംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അവരൊരു വിഷയമാക്കുന്ന സീന് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് തർക്കിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഒരു സ്ത്രീയുടെ മെൻറ്റാലിറ്റി ഉള്ളവരല്ല. അപ്പം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ മറ്റൊരു വിവാഹം കഴിച്ച് പോകുന്നതിനോട് ഞാനും എഗൻസ്റ്റാണ്. കാരണം സെക്ഷൽ നീഡ് തന്നെയാണ് വിവാഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് സെക്ഷലി നിയമപരമായി അവർക്ക് ഇഷ്ടപ്പെട്ട ഇണയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ വിവാഹത്തിൽ ഇങ്ങനെയൊരു പ്രോബ്ലം വരുന്നു എന്നുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും, ഈഗോ ക്ലാഷ് ആവും, ടോക്സിക് ആവും, പരസ്പരം കല്ലെറിയും, തീർത്തെറി പറയും. കാരണം ബെഡ്റൂമിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാരാണ് ഈ ഏറ്റവും കൂടുതൽ അടി കൂടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പാർട്ട്ണറുടെ ലൈഫ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇവർ പോയി നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. സെക്ഷുവലി അവരെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ അവർ പോകാതിരിക്കുക, ലൈഫിലേക്ക് പോകാതിരിക്കുക. ബിക്കോസ് ദ അതർ പേഴ്സൺ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഒരു നീഡ് ഉണ്ടാകും. അവർക്കത് സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അത് നിങ്ങളോട് കാണിക്കുകയും ചെയ്യും. സ്വാഭാവികമാണ്, നമുക്ക് അതിനകത്തൊന്നും പറയാനൊക്കത്തില്ല. അപ്പം അത്തരം ബന്ധങ്ങൾ വേർപെടുത്തുന്ന രീതിയിലേക്ക് ഇത് ഭീകരമായി പോകാതിരിക്കാൻ ഇവർക്ക് സ്വീകാര്യത കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ സംശയം ഇപ്പോഴും ഒരു കാര്യം, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ടുഗദറായി നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോബ് ചെയ്യാം. കാരണം നിങ്ങളുടെ സ്ത്രൈണതയോ അല്ലെങ്കിൽ നിങ്ങൾ പുരുഷൻ ഹോർമോണിസമോ ഇതൊന്നും ബാധിക്കുന്നില്ല. രണ്ടുപേർക്കും ജോലി ചെയ്യാം, ജോലി ചെയ്ത് ജീവിക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാം. വൈ യു വളരെ മോശമായ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കുന്ന രീതിയിൽ 24 മണിക്കൂറും ഇൻ്റർവ്യൂസ് കൊടുക്കുക, ഇൻ്റർവ്യൂസിൽ പേരൻസിനെ കുറ്റപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനോഘടന എന്താണോ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരൻസിനും ഒരു മനോഘടന ഉണ്ടാവില്ലേ? ഇവർക്കിത് അംഗീകരിക്കാതിരിക്കാനുള്ളൊരു മനോനിലവാരം ഉണ്ടാകത്തില്ല. ബെറ്റർ തിങ് അതെന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു കേസ് കൊടുത്ത ശേഷം പേരൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. ബിക്കോസ് ഇപ്പോൾ LGBT കമ്മ്യൂണിറ്റിയിലുള്ളവരോട് സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളൊരു സർക്കുലർ തന്നെ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം തിങ് അവരുടെ പേരൻസിനും കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിനെ സ്ട്രെയിറ്റ് ആയ രീതിയിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷെ ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനെ ഒരു വൃത്തികേടിന് കൂട്ടു നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആൻഡ് വൺ തിങ്, ഇനി നിങ്ങൾ പറയും സമൂഹത്തിലുള്ള എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു, ആ പ്രോഗ്രാമാണ് നിങ്ങൾ കാണുന്നത്, അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് ഈ സൂര്യ ഉസ്താദ് ചോദിച്ചത് തന്നെയാണ് എൻ്റെയും ചോദ്യം. ആൻഡ് ആക്ച്വലി ഇവർ അവിടെ പോകുന്ന ഒരാൾക്കും ഒരു രീതിയിലുള്ള മതമില്ല, രാഷ്ട്രീയമില്ല, ഇതൊന്നും പറയാനും പാടില്ല. അപ്പോൾ 100 days വിത്തൗട്ട് ഓൾ ദീസ് ആണ്. അപ്പോൾ ഇന്ത്യക്കോ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിനോ ഒരു സമൂഹത്തിനോ ഒരു മെസ്സേജും അത് കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊരു രാഷ്ട്രീയം ഉണ്ടാകും. രാഷ്ട്രീയമില്ലാത്ത ഒരു സംഗതി എങ്ങനെയാണ് രാഷ്ട്രം എന്ന് പറയുക? അപ്പോൾ തീർച്ചയായിട്ടും അതില്ല അവിടെ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആൻഡ് ദെൻ നമുക്കൊരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മൾ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിംസോ ഒക്കെ ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രെയറും മറ്റുമൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ആൾസോ സ്റ്റക്ക് ഇട്ടായിരുന്നു. ഇപ്പോൾ 100 ദിവസം നിൽക്കുന്നവർക്ക് പള്ളിയിൽ പോകാൻ നോക്കില്ല, കുർബാനയില്ല, 40 ദിവസത്തിൽ കൂടുതൽ പിന്നെ പ്രാർത്ഥനകൾ ഇല്ലാതിരുന്നതിന് ഇസ്ലാം കമ്മ്യൂണിറ്റി നിഷ്കർഷിക്കുന്ന മറ്റൊരു രീതിയാണ്. അപ്പം അതിനകത്ത് പോകുന്നവരൊന്നും അതല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനും എനിക്കുണ്ട്, എൻ്റെ കൺഫ്യൂഷനാണ്. അപ്പോൾ അതൊന്നുമില്ല എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല അവരെന്നുള്ളതാണ്. ഇതൊരു ഗെയിം ഷോയാണ്, അത് ആ ഗെയിം ഷോയുടെ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒറ്റ ചോദ്യം, എന്തിനാണ് മോഹൻലാൽ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികൾ ഈ കുട്ടികളുടെ തലയിൽ തട്ടത്തോടു കൂടി അവരെ പ്രസൻറ്റ് ചെയ്തത്? ദേ ആർ നോട്ട് ഈവൻ ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ അവർ തലയിൽ തട്ടം ഉപയോഗിക്കുന്നില്ല, അവർ തട്ടം ഉപേക്ഷിച്ച കുട്ടികളാണ്.
എന്തിനാണ് ആ കമ്മ്യൂണിറ്റിയുടെ സിമ്പലായ തട്ടത്തിനെ അവിടെ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചത് എന്നുള്ളതാണ് ചോദ്യം. നീ പറയുന്നതിന് നമുക്ക് അൻസാരി ചൗധരി ഉസ്താദ് പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടിട്ട് വരാം. കാരണം അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ മാത്രമേ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കിത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട്. ചുവടെ കാണുന്ന ചിത്രത്തിലുള്ള 2 പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിചിതമാണ്. കേരളത്തിലെ ലെസ്ബിയൻ കപ്പിൾസിൽപ്പെട്ട ആദിലയും നൂറയുമാണ്. ഈ 2 പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിചിതമാണ്. അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ്. അഥവാ മതശാസനകൾ ഒരു മതത്തിൻ്റെ ദർശനങ്ങളിലും സ്വവർഗാനുരാഗം സ്വവർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല. അപ്പം മതത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതൊക്കെ അവരുടെ ഇഷ്ടം. അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭാവിയിൽ പേര് മാറ്റും, മതത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, ഞങ്ങളുടെ ഇഷ്ടമാണ് വലുത്. അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പോറ്റി വളർത്തിയവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, എന്തുമായിക്കോട്ടെ. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ, ഈ സ്വതന്ത്രമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ, അപ്പോൾ പുതിയ നിലപാട്, ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് അല്ലേ. 2 ആളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി, അവനവൻ്റെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലക്ക് 2 ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ഈ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ 2 പേരും തിരഞ്ഞെടുത്തത്. അപ്പം അവരിപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട്, അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുക, ഇഷ്ടമുള്ള ജീവിക്കുക, അതിന് പാകമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല? നിങ്ങൾ 2 പേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ വന്നത്? ഇനി ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർക്ക് അന്യമാണ്, അവർ താല്പര്യപ്പെടുന്നില്ല. ഈ ഹിജാബ് എന്ന ഈ ഡ്രസ് കോഡ് ഉണ്ടല്ലോ, ഈ ഡ്രസ് കോഡ് എന്നുള്ളത് ഒരു മതത്തിൻ്റെ ഡ്രസ് കോഡാണ്. ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിതം നയിക്കുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ അവരുടെ ചോയ്സ്, അതൊക്കെ നമ്മൾ വിട്ടു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്ത്. എന്നിട്ട് ആ ഡിസിഷൻ പ്രകാരമുള്ള അവരുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തിൽ കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചന മനസ്സിലാകുന്നില്ല. ഇനി എൻ്റെ മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്, എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട്. ഇതേ നൽകുന്ന ഉള്ളിലൂടെയുള്ള ഒരു സന്ദേശമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്നോളി എന്നാണ്. ഒരിക്കലുമല്ല, എനിക്ക് അങ്ങനെ ഫീലിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ അതുവരെ ഉള്ളത് ഞാൻ ഓക്കെ പറയുന്നു. സത്യം അദ്ദേഹം പറഞ്ഞത് ഈ പെൺകുട്ടികളെ കണ്ട് ആരെങ്കിലും ഫോളോ ചെയ്യുന്നു, ഒരിക്കലുമില്ല. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇത് ഒരു ടേം തന്നെയാണ്. അത് ചിലപ്പം അത്രയും ഒരു ഗഹനമായ പഠനമില്ലാത്തത് കൊണ്ടായിരിക്കും. ബാക്കിയൊക്കെ ഓക്കെ. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ മറ്റുള്ളവർ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് സേഫ് സോൺ. ബിക്കോസ് അവർക്ക് ആ മെൻറ്റാലിറ്റി മാറാനൊക്കത്തില്ല. ഏറ്റവും കൂടുതൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ വരുന്ന കുട്ടികളാണ് എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. എൻ്റെ വായനകളിലുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഉസ്താദ് മുൻപോട്ട് കാട്ടിയ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവർ റെഗുലർലി കാണിക്കുന്ന ഒരു പോക്കൃത്തരമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ ഒരു രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കാനായിട്ടാണ് ഇത് കൂടുതൽ എടുത്തിട്ടിരിക്കുന്നത്. ഈ അഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവഹേളനമല്ല, വ്യൂ ആണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള, അതും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രവാസികളുള്ള ഒരു വിഭാഗമാണത്. അപ്പം അവരുടെ വ്യൂവർക്കിട്ട ഇവരവിടെ എന്താ കാണിക്കണമെന്ന് കാണാനുള്ള ആ ക്യൂരിയോസിറ്റി, അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനാണ് അവരവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ മനസ്സിലാക്കൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. എനിക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് വൺ തിങ്, ഇത് വളരെ വലിയൊരു വാർത്തയായിട്ട് കർണാടകയിൽ എടുത്തിട്ടുണ്ട്. ആ വാർത്ത ഒന്ന് കേൾക്കാം. ప్రేక్షకుల ఫేవరెట్ టీవీ షో ఏంటి అంటే బిగ్ బాస్. అయితే బిగ్ బాస్ సీజన్ మళ్ళీ ప్రారంభమైపోతుంది. తెలుగుతో పాటు హిందీ, కన్నడ, తమిళ్ తదితర ప్రముఖ భాషల్లో కూడా త్వరలోనే ఈ రియాలిటీ షో ప్రారంభం కాబోతుంది. ఇందుకోసం అన్ని భాషల్లోనూ విస్తృతంగా సన్నాహాలు కూడా జరుగుతున్నాయి. అయితే బిగ్ బాస్ తెలుగు విషయానికి వస్తే ఇప్పటికే 8 సీజన్లు పూర్తయిపోయాయి. అండ్ సెప్టెంబర్ 7 నుంచి 9వ సీజన్ కూడా ప్రారంభమైపోతుంది. ഇതിന് നല്ല വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു സംഗതിയാണെന്നാണ് ഞാൻ കേട്ടത്. സൂപ്പർ സാധനം. അപ്പോൾ ഈ വാർത്താ പ്രാധാന്യമാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം. എത്ര സില്ലി ആയിട്ടാണ്, എത്ര
ഇതായിട്ടാണ് അവരത് കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കുക. പക്ഷെ ഇതുകൊണ്ട് ഹേർട്ട് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള ധാർമ്മികത കാണിക്കണമായിരുന്നു. എനിവേ, അവർക്ക് കണ്ടന്റ് ആണല്ലോ വേണ്ടത്, കണ്ടന്റും അതിൻ്റെ കൂടെ വ്യൂവേഴ്സുമാണ് വേണ്ടത്. അപ്പം നിങ്ങളിത് ബഹിഷ്കരിക്കാമെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, 1 സെക്കൻഡ് 1 മിനിറ്റിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് സമുദായത്തിനെതിരെ ഉണ്ടായാൽ ഷാർപ്പ് നിങ്ങളെല്ലാവരും കേസ് കൊടുക്കുക, റെഡിയായിരിക്കുക. ഓൺലൈനിൽ കൂടെ തന്നെ കൊടുക്കുക. കാരണം ഇനി ഇതുപോലൊരു തോന്നിവാസത്തിന് അനുവദിച്ചു കൊടുക്കരുത്. അവർക്ക് ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഇന്ത്യൻ പൗരന്മാരാണ്, പൗരകളാണ്, അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ അതൊരു കമ്മ്യൂണിറ്റി അവഹേളിച്ചുകൊണ്ട് കാണിക്കുന്ന ചില വിഘടത്തരങ്ങൾക്ക് നമ്മൾ ഒപ്പോസിഷൻ പറയും. അത് പറയുക തന്നെ വേണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷേ ഈ ലെസ്ബിയൻ എന്ന ഒരു ടേമിൽ ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് അവരെ ചൂസ് ചെയ്തില്ല? എന്തുകൊണ്ട് ഇവരെ ചൂസ് ചെയ്തു? ആളില്ലാഞ്ഞിട്ടല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇതേപോലെ ലേഡീസ് ഉണ്ട് പെണ്ണുങ്ങളുടെ ഇതിൽ, അവരുടെ കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് അവരെ ചൂസ് ചെയ്യുന്നില്ല? കൂടുതൽ ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചൂസ് ചെയ്യുന്നു? അതെന്താണ്? ഇസ്ലാം കമ്മ്യൂണിറ്റി മാത്രമേ അങ്ങനെ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. എല്ലാം തന്നെ ആണുങ്ങൾ പെണ്ണാകുന്നതാണ് കാണുന്നത്. തിരിച്ചുമുണ്ടല്ലോ, റിവേഴ്സ് എഫക്റ്റിലുണ്ടല്ലോ. അതെന്താ കാണിക്കാത്തത്? അതിനെന്താണ് കുറച്ച് മൂല്യബോധം കൊടുക്കാത്തത്? അത് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ളവരെ വളരെ റെയറായിട്ടേ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ആകെ മൊത്തത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന്, ഇപ്പം ലെസ്ബിയനായിട്ടുള്ള വേറൊരാളുണ്ടായിരുന്നു അതിനകത്ത്, ക്രഷ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനോട് കളിച്ചില്ലേ ആ പെണ്ണ്, അതും ഇത് ഏകദേശം തന്നെ. പക്ഷേ ഇതെല്ലാം ഒരേ കമ്മ്യൂണിറ്റി തന്നെ ഓറിയൻറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇതുപോലത്തെ ആൾക്കാരുണ്ട്. മെജോറിറ്റി ഉണ്ടാക്കി വരുന്നത് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. പക്ഷെ അതിൽ കുറഞ്ഞ പേർക്കാണ് അവിടെ എൻട്രി ഉള്ളത്. അവിടെ കുറച്ച് ആൾക്കാർ അവരിൽ നിന്ന് വരുന്നവരും വളരെ റെയറാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.